ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇരുമ്പംപുളി പുളിയിഞ്ചി ഉണ്ടാക്കാം കേട്ടോ. ഇരുമ്പംപുളിയെന്നും ഓർക്കാപ്പുളിയെന്നൊക്കെ ഇതിന് ഒരുപാട് പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലൊരു മരം ഉണ്ടെങ്കിൽ ഒരുപാട് ഇരുമ്പംപുളി ഇങ്ങനെ വേസ്റ്റായിട്ട് പോകും. ഇതിങ്ങനെ ഈ മരത്തിൽ തിങ്ങി നിറഞ്ഞ് കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. ഈ തടി നിറയെ ഇരുമ്പൻപുളി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊഴിഞ്ഞു പോയതാണ്, വെറുതെ വേസ്റ്റായിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഇത് ആൾക്കാർ മരുന്നായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഷുഗറും കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നമ്മൾ കുടിക്കണത് അത്ര നല്ലതല്ല. ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. ഒന്നോ രണ്ടോ കഴിക്കണ പോലെയല്ല ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇരുമ്പൻ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആ പൊട്ടിച്ചെടുത്ത ഇരുമ്പൻ പുളി കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 പീസ് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അത്യാവശ്യം എരിവൊക്കെ ഉള്ള മുളക് പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. 3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഗ്യാസിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇരുമ്പൻപുളിയില്ലേ, അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ വെള്ളവും ആ ഇരുമ്പൻപുളിയും എല്ലാം കൂടിയിട്ട് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിങ്ങനെ നല്ലതുപോലെ അത്യാവശ്യം ഇതിപ്പോൾ കുക്കറിൽ കിടന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനിടയ്ക്ക് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉഴുന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് വെക്കുക. അതിൻ്റെ കൂടെ 1 സ്പൂണ് എള്ള് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ ഉലുവ പൊടിച്ചതും 1/4 സ്പൂണോളം കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതിൻ്റെ ആ ഒരു നിറമൊക്കെ മാറി വരുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ആ ഇരുമ്പൻപുളിയൊക്കെ വെന്ത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ നിറമൊക്കെ മാറുന്നത് വരെ. ഇപ്പോൾ ഇതാ അതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഇരുമ്പൻപുളിയൊക്കെ വെന്ത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് വറവിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പുളിയിഞ്ചിയിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചിയാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു മരം ഉണ്ടെങ്കിൽ അധികം ആരും യൂസ് ചെയ്യാതെ വെറുതെ വേസ്റ്റായിട്ട് പോകുന്നൊരു സംഭവമാണ്. അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.